കിട്ടാത്ത ഭാഗ്യം. ആ പെണ്ണ് മറ്റേ കേസിലെ പ്രതിയായതാണ് നിങ്ങളെ റിമാൻഡ് ചെയ്യാൻ കാരണം. മിസ്റ്റർ ഹരിഹരൻപിള്ള പറയുന്നതും അവളുടെ മൊഴിയും തമ്മിൽ തീരെ യോജിക്കുന്നില്ലല്ലോ. ഇനി ഹരിയെ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്താൻ വേണ്ടി മറ്റാരെങ്കിലും അവളെ ഉപയോഗിച്ചതായിരിക്കും. അങ്ങനെ ആരും ഉള്ളതായി എനിക്കറിയില്ല. 4-5 വർഷമായി 24 മണിക്കൂർ ഞാൻ ഇവന്റെ കൂടെ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല. ആ സന്ധ്യ മുതൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, ഈ കേസൊന്നും ഹരി മൈൻഡ് ചെയ്യണ്ട. ചെല്ലേ, നമുക്ക് വൈകിട്ട് കാണാം. തലപ്പം പിള്ളേ. വരും. വിഷമിക്കണ്ട, ഇതൊന്നും വാസ്തവല്ലെന്ന് സാറിന് അറിയാവുന്ന നാട്ടുകാർക്കൊക്കെ അറിയാം. അല്ല സാറേ, സാർ അതെ ആ പിശാചുകളെ സാറിന്റെ കാര്യം കയറി. പോയി പണിയെടുക്കടാ. അവന്റെ ഒരു ജുഡീഷ്യൽ അന്വേഷണം. പണിയെടുക്കാൻ എന്തെങ്കിലും സാധനം വേണ്ടേ? പെയിന്റ് തീർന്നിട്ട് ദിവസത്തിലെന്ന് അറിയാമോ? 20 ക്യൂബിക് മരം എങ്കിലും ഉടനെ വേണം. പുതിയ സൈറ്റിൽ മണല് വരാത്തോണ്ട് പണി നിർത്തി വെച്ചിരിക്കുക. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമല്ലേ ചന്ദ്ര. അവരോട് ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞോട്ടെ എന്ന് പറ പ്ലീസ്. ക്യാഷ് ബാലൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല. സത്യപാലൻ സാറിന് വിട്ടുപോയ ക്യാഷിന് വേണ്ടി പോയില്ല, നീ വന്നിട്ടാകാന്ന് കരുതി. പത്രത്തെ കണ്ടപ്പോ ആദ്യം ഞാൻ ഞെട്ടുക ചെയ്തത്. ഓരോരുത്തരും ഇത് വായിച്ചിട്ട് തട്ടിമുളിക്കുന്നത് കേൾക്കുമ്പോ തൊലി ഉരിയ. എനിക്ക് മനസ്സിലായി ഏട്ടാ, ഇനി നിർത്തിക്കോളൂ. ഏട്ടാ വന്നപ്പോ മുതലേ ഇത് തന്നെയല്ലേ തിരിച്ചു മറിച്ചും പറഞ്ഞോണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ പറയണതാ കുറ്റം, നിന്റെ മോനുണ്ടാക്കിയ നാറ്റോ. നാറ്റമാണെങ്കിലും നേട്ടമാണെങ്കിലും അനുഭവിക്കുന്നത് ഞാനല്ലേ. അത് തന്നെ പറയാനാ വന്നത്. ജാമ്യം കിട്ടിയെന്നല്ലേ ഇപ്പൊ ഫോൺ വിളി വന്നത്. അവനെ നേരി കണ്ടിട്ടൊന്ന് പറയാൻ തന്നതാ. ഇപ്പൊ ഉള്ള ബന്ധുത്വം തന്നെ തീരെ സഹിക്കാൻ വയ്യാണ്ടായിരിക്കണു. മതി, ഇനി ഒരു പുതിയ ബന്ധുത്വം കൂടി ആരംഭിക്കണ്ടെന്ന്. വൃത്തികെട്ടവൻ. ഏട്ടാ, ഒരപേക്ഷയുണ്ട്. ഇത് പറയാനായിട്ട് ഏട്ടൻ നിക്കണമെന്നില്ല. ഇനി ഞാനോ എന്റെ കുട്ടികളോ പുലബന്ധം ആചരിക്കാൻ പോലും ഏട്ടന്റെ പടി ചവിട്ടാതിരുന്നാ പോരെ. ഞാൻ ആർക്ക് എന്ത് ദോഷം ചെയ്തിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. മക്കൾ എന്തിനാ വിഷമിക്കുന്നത്? ആരെങ്കിലും ശത്രുക്കളോ അസൂയക്കാരോ ആയിരിക്കും ഇതിന്റെ പിന്നിൽ. എല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്. അമ്മാവൻ അമ്മാവൻ താങ്ങ വേണ്ടപ്പോ തൂണൂരണതല്ലേ അങ്ങാരുടെ പ്രകൃതം. ഇവളുടെ തലയിൽ അത് വിധിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. ഏട്ടാ, ഈ ഒരു കാര്യം കൊണ്ട് എന്റെ കല്യാണം മുടങ്ങുകയാണെങ്കിൽ എനിക്കൊരു സങ്കടമില്ല. അതൊന്നും ഓർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. എന്ത് വേണം? ആരിത്? വാസോ? താൻ എന്താ ഈ ധരിച്ചിരിക്കുന്നത്?
എവിടെ നിന്ന് വരുന്നു, ആരെയാണ് കാണേണ്ടത്, എന്താണ് ഈ വഴി, നിങ്ങൾ ആരാണ്? ദേ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട, ഗേറ്റ് തുറക്ക്. ഇവിടെ സെക്യൂരിറ്റി നിയമം കർശനമാണ്, എന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കൂ. ഇവിടെ സെക്യൂരിറ്റി നിയമം കർശനമാണ്, എന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കൂ. ആ അത് ശരി, എനിക്ക് സത്യപാലൻ മുതലാളി ഒന്ന് കാണണം. ശരി, പേരും മേൽവിലാസം പറയൂ. എഴുതാൻ എഴുത. നിന്റെ തന്ത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ എഴുത. സത്യപാലൻ സാറല്ലേ? എന്താ ഹരി കൊച്ചു വെളുപ്പാൻ കാലത്ത് താൻ എപ്പോഴാ ജാമ്യത്തിൽ ഇറങ്ങിയത്? ഞാൻ ഫൈനൽ ബില്ലുമായി വന്ന. അറിഞ്ഞെടുത്തോളം വളരെ മോശമായി പോയി ഹരി. തന്നിൽ നിന്നും ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സാർ അത് ഞാൻ ചെയ്തതാണെങ്കിൽ തന്നെ സാറിനെ ഒരു വിധത്തിലും ബാധിക്കുന്ന വിഷയമല്ല. അത് വിട്ടുകളാ. ദയവ് നമ്മൾ തമ്മിലുള്ള ഏർപ്പാടിനെ പറ്റി സംസാരിക്കാം. ഇതാ ഫൈനൽ ബിൽ. ഇതെന്താ ബാക്കി 20 ലക്ഷം? സാർ ഇതെന്താ ഇങ്ങനെ? തേക്ക് മരത്തിന് മാത്രം 10 ലക്ഷം രൂപ വിവരം സാറിന് അറിയാവുന്നല്ലേ? എന്തായാലും എനിക്കിതൊക്കെ ഒന്ന് ബോധ്യപ്പെടണം. എന്റെ മരുമകൻ എഞ്ചിനീയർ ആണെന്നറിയാലോ, അവനിതൊക്കെ നോക്കി പഠിക്കട്ടെ. ആര് വേണമെങ്കിലും നോക്കി പഠിക്കുകയോ കാണാതെ പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് തുക തന്നേ പറ്റൂ. സാർ എന്റെ എല്ലാ വർക്കുകളും പെൻഡിങ്ങിലാണ് സാർ. പലതിന്റെ ഫണ്ട് എടുത്ത് മറിച്ചിട്ടാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പെട്ടെന്ന് അങ്ങ് എടുത്തു തരാൻ എനിക്ക് നോട്ടടി അല്ല പണി. അതിന് ഞാൻ സംഭാവന ഒന്നും. പിന്നൊരു കാര്യം, വർക്കിൽ പലയിടത്തും കംപ്ലൈന്റ് ഉണ്ട്. കോർപ്പറേഷൻ ടാക്സിന്റെ കാര്യം താൻ ഏറ്റതല്ലേ, അത് കുറപ്പിച്ചും തരണം. സാർ എല്ലാം ശരിയാക്കാം സാർ. ഇന്ന് എനിക്ക് കുറച്ച് പൈസ. ഓ എന്റെ പൊന്നു ഹരി, ഇവിടെ നയാ പൈസ എടുക്കാനില്ല. താൽപ്പ ചെല്ലേ, എനിക്ക് ബാങ്കിൽ പോണ്ട സമയായി. ഹലോ, ആ ആ ആ ഞാൻ പുറപ്പെടുകേ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നിട്ട് കൊടുത്താ മതി. ആ പോവല്ലേ മോളെ? പുതിയതായൊരു ന്യൂസ് കൂടി ഉണ്ട്, അറിഞ്ഞോ? ഈ കേസ് കാരണം നിശ്ചയം കഴിഞ്ഞ പെങ്ങളുടെ കല്യാണം ശൂന്നായി. എന്നെ കരിയേപ്പല പോലെയല്ലേ അവിടെ നിന്ന് എടുത്ത് പുറത്ത് കളഞ്ഞത്. അയ്യോ, ആ സത്യപാലൻ ചതിക്കുവാരി. ചതിച്ചിട്ട് എവിടെ പോവാൻ? ഇതുപോലെ കുറച്ച് അവധി കൂടെ പറയും. അത് അയാളുടെ പതിവല്ലേ. എന്തായാലും ആ കോർപ്പറേഷനിലെ റവന്യൂ ഇൻസ്പെക്ടറെ കൊച്ചച്ഛൻ വീട്ടിൽ പോയി ഒന്ന് കാണണം. സുന്ദരൻ അയാളെ പണ്ടേ അറിയാവുന്നല്ലേ. ഇനി അവൻ പറഞ്ഞ മാർഗം കൂടെ നോക്കാം. ഞാൻ പോയാൽ മിനിമം 1000 രൂപയെങ്കിലും ചിലവാകും. അത് ശരിയാണ്. ഇതാകുമ്പോ ഒരു 10-300 രൂപ നിൽക്കും. ഹലോ, ചേട്ടാ സുന്ദരനകത്ത്. ശിവതാണ്ടോ ഇത് കൂട്ടുകൂടി തന്നെ. ആഹാ, നീ ഇവിടെ വന്നിരിക്കണോ? നിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ നീ 2 ദിവസം അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. നീ എന്താ പണിക്ക് വരാത്തത്? എന്താണ് പണിക്ക് വരാത്തത്? എനിക്കൊരു വലിയ പണി കിട്ടി ചേട്ടാ. ഒരുമാതിരി പോക്കൃത്തം പറഞ്ഞാലുണ്ടല്ലോ. 10 തച്ചിന്റെ കാശിന്റെ അഡ്വാൻസ് വാങ്ങിച്ചില്ലേ? പിന്നെ വേറൊരു സ്ഥലത്ത് പണി കിട്ടിയെന്ന? വേറൊരു സ്ഥലത്തുനിന്നല്ല എനിക്ക് പണി കിട്ടിയത്. പിന്നെ എന്റെ സ്വന്തം കുടുംബത്തിൽ. സ്വന്തം കുടുംബത്തിൽ നിന്നോ? 2003 ഒരു നവംബർ മാസം 5-ാം തീയതി എന്റെ ആദ്യ രാത്രിയുടെ തിരശീല ഉയർന്നു. സ്വാഗതം. ലഗ്നിക്കാതിരിക്കൂ കുട്ടി, ലഗ്നിക്കാതിരിക്കൂ. ഈ ആദ്യ രാത്രിയിലെങ്കിലും നമുക്ക് ലഗ്നിക്കാതിരിക്കാം. മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കുന്ന ഈ മധുപുത് രാത്രിയിൽ നിന്റെ കൊച്ചു കൊച്ചു പോരായ്മകളെ കുറിച്ച് ഞാനൊന്ന് മന്ത്രിച്ചോട്ടെ. നിനക്ക് വിഷമം തോന്നുമോ? എന്തു വിഷമം? എനിക്ക് ചില പോരായ്മകൾ ഉള്ളതുകൊണ്ടല്ലേ കൊള്ളാവുന്ന ഒരുത്തിനെ കിട്ടാതെ പോയത്. ചേട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഞാനോ? ഇന്ന് ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കണത്.
ഇന്ന് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഈ ചേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കണത്. ഡാർലിംഗ്. ശ്ശേ. ഓ. അയ്യോ. അയ്യോ. മുഴുവനും ഉണ്ടല്ലോ ഞാൻ പറ്റിക്കോ? എടാ ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഭാര്യ വേറെ കാമുകി വേറെ. ഭാര്യ വേറെ കാമുകി വേറെ. പക്ഷെ ചേട്ടനൊന്ന് മനസ്സിലാക്കണം, ഈ ആണുങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ ഈ ഭാര്യയും ഈ കാമുകിയും ഒന്നാണ്. ഒന്ന് വൺ. മോളെ അമ്മയോടെ അമ്മ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. അവളോട് ഇത്തിരി കുടിക്കാനും എടുത്തോളം പറഞ്ഞോളൂ. പത്മാവതി, ഞാനിപ്പോ തിരക്കിട്ട് വന്നത് സേതുവിന്റെയും ലതമോളുടെയും കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കട്ടെ എന്ന് പറയാനാ. അവിടെ ഒരാള് ഭക്ഷണവും സ്കൂളിൽ പോക്കൊക്കെ മുടക്കിയിട്ടിരിപ്പാ. ഇനിയിപ്പൊ ഞാനായിട്ടൊരു എതിരുമില്ല. എന്തേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ആ കേസിൽ ഹരി തെറ്റുകാരനായിരുന്നു എന്നല്ലേ. എന്നാൽ അതല്ല വാസ്തവം. ഞാനോ എന്റെ മോനെ അറിയാവുന്നവരോ അത് വാസ്തവാണെന്ന് വിശ്വസിച്ചിട്ടില്ല. എങ്ങനെയോ ആവട്ടെ, നീ കേക്ക്. ഇന്ന് രാവിലെ ഈ കുഴപ്പങ്ങളൊക്കെ ഒപ്പിച്ച ആള് വീട്ടിൽ വന്നു. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഹരിയുടെ സഹോദരിയുടെ വിവാഹം മുടങ്ങിയെന്നറിഞ്ഞു വന്നതാത്രേ. ഹരി നിരപരാധിയാണ്, ഒക്കെയും തന്റെ ഒരു കുട്ടിക്കളി കാര്യമായി മാറിയതാണെന്നാ പറച്ചില്. ഒടുവില് ഇതിന്റെ പേരിൽ ഈ കല്യാണം മുടങ്ങരുതെന്നും പറഞ്ഞ് എന്റെ കാലിലേക്ക് വീണു. പിടിച്ചെഴുന്നേൽപ്പിച്ച് രണ്ട് ചകിട്ടത്ത് ഓരോന്ന് കൊടുക്കാരുന്നില്ലേ ഏട്ടന്? എന്റെ മോനുണ്ടായ മാനഹാനിക്കും മനോവേദനയ്ക്കും പരിഹാരമായില്ലെങ്കിലും. നീ പറഞ്ഞത് നേരാ, അതാ വേണ്ടിയേ. പക്ഷെ ഞാനത് ചെയ്തില്ല. ഹരിയോട് ചെന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞു വിട്ടു.